ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഞാൻ പഠിപ്പിക്കുന്നത് എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ എക്കണോമിക്സിലെ ബാങ്കിങ് മേഖലയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ബാങ്കിങ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്ക് ദേശസാൽക്കരണം അല്ലെങ്കിൽ ബാങ്ക് നാഷണലൈസേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ബാങ്ക് ദേശസാൽക്കരണം അല്ലെങ്കിൽ ബാങ്ക് നാഷണലൈസേഷൻ ഇന്ത്യയിൽ എത്ര തവണ നടന്നിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം 2 എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ 2 പ്രാവശ്യമാണ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. അപ്പോൾ ബാങ്കിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് ബാങ്കുകളുടെ ആസ്ഥാനങ്ങൾ ഇപ്പോൾ കേരള PSC ചോദ്യമായി ചോദിക്കുന്നുണ്ട്. ഈ ബാങ്കിന്റെ ആസ്ഥാനം ഏത്, ഇന്ന ബാങ്കിന്റെ ആസ്ഥാനം ഏതായിരുന്നു, അല്ലെങ്കിൽ ഈ ആസ്ഥാനത്തുള്ള പ്രവർത്തിക്കുന്ന ബാങ്ക് ഏതാണ് എന്നുള്ള ചോദ്യങ്ങൾ PSC വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ദേശസാൽകൃത ബാങ്കുകൾ, അവയുടെ ആസ്ഥാനങ്ങൾ, ആ തീയതികൾ ഒക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്നും പഠിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ അതിനകത്ത് ഇന്ന് വരുന്നത് ഫസ്റ്റ് ഫേസ്. ആദ്യമായിട്ട് ഫസ്റ്റ് ഫേസ് ഒന്നാം ഘട്ടം ഫസ്റ്റ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ അതിന്റെ തീയതി എന്നാണ് ചോദിച്ചാൽ, ഫസ്റ്റ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ തീയതി എന്നാണ് ചോദിച്ചാൽ അത് 1969 ജൂലൈ മാസം 19. 1969 ജൂലൈ 19. അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1969 ജൂലൈ 19. ഈ തീയതിയിൽ എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു, എന്ന് ചോദിച്ചാൽ എത്ര ബാങ്കുകൾ എന്ന് ചോദിച്ചാൽ അതായത് നമ്പർ ഓഫ് ബാങ്ക്സ് 14. നമ്പർ ഓഫ് ബാങ്ക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 14. അപ്പോൾ ഒന്നാം ഘട്ടത്തിന്റെ തീയതി 1969 ജൂലൈ 19. എത്ര ബാങ്കാണ് എന്ന് ചോദിച്ചാൽ അത് 14 ബാങ്കുകൾ. ഈ ബാങ്കുകളുടെ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഈ ബാങ്കുകളുടെ വരുമാനം അല്ലെങ്കിൽ മൂലധനം എത്രയായിരുന്നു, അസറ്റ് ഓർ ക്യാപിറ്റൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 50 കോടി 50 crore ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഫസ്റ്റ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ, അതിന്റെ തീയതി ഓർമ്മിക്കുക 1969 ജൂലൈ 19. ദെൻ നമ്പർ ഓഫ് ബാങ്ക്സ്, എത്ര ബാങ്കുകളാണ് എന്ന് ചോദിച്ചാൽ അത് 14 ആണ്. ദെൻ ഈ ബാങ്കുകളുടെ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഈ ബാങ്കുകളുടെ അസറ്റ് ഇവിടെ മൂലധനം അല്ലെങ്കിൽ വരുമാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 50 കോടിയാണ്. ഇനി ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ അതായത് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ഇനി ഫിനാൻസ് മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ഫിനാൻസ് മിനിസ്റ്റർ അതും ആര് തന്നെയാണ്, ഇന്ദിരാഗാന്ധി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കുക. ഫസ്റ്റ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ അതിന്റെ തീയതി നമുക്കറിയാം, അത് 1969 ജൂലൈ 19. നമ്പർ ഓഫ് ബാങ്ക്സ്, എത്ര ബാങ്കുകളാണ് എന്ന് ചോദിച്ചാൽ അത് 14 ബാങ്കുകളാണ്. ആ ബാങ്കുകളുടെ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 50 കോടി. ആ സമയത്ത് 50 കോടി വരുമാനമുള്ള 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അടുത്തതായിട്ട് ആ സമയത്ത് പ്രധാനമന്ത്രി, ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. അടുത്ത ധനകാര്യമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഇനി അടുത്ത ഈ പദ്ധതി അതായത് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ RBI ഗവർണർ ആരായിരുന്നു, റിസർവ് ബാങ്ക് ഗവർണർ ഡ്യൂറിംഗ് ഫസ്റ്റ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ അത് LK Jha ആയിരുന്നു. LK Jha എന്ന റിസർവ് ബാങ്ക് ഗവർണർ, അദ്ദേഹം റിസർവ് ബാങ്കിന്റെ 8ാമത്തെ ഗവർണർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം എത്ര ബാങ്കുകൾ, നമ്പർ ഓഫ് ബാങ്ക്സ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 14 ആണ്. അതിന്റെ തീയതി നമുക്കറിയാം 1969 ജൂലൈ 19. 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അത് എന്ത് അടിസ്ഥാനത്തിൽ, അതാണ് അസറ്റ്, ആ ബാങ്കുകളുടെ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 50 കോടി. ആ സമയത്ത് 50 കോടി വരുമാനമുള്ള എത്ര ബാങ്ക് ഉണ്ടായിരുന്നു, അത്രയും ബാങ്കുകൾ, അത് 14 ആയിരുന്നു, അവയെ നാഷണലൈസ് ചെയ്തു. ദെൻ ആ സമയത്തെ പ്രധാനമന്ത്രി, ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. ധനകാര്യമന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു ചോദിച്ചാൽ അതും ഇന്ദിരാഗാന്ധി തന്നെയാണ്. അടുത്തതായിട്ട് റിസർവ് ബാങ്ക് ഗവർണർ, അതായത് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് LK Jha. ഇനി ചോദ്യമുണ്ട്, ഇത് നടന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്, ഈ സമയത്തെ പ്ലാൻ ഏത് പ്ലാൻ സമയത്താണ് നടന്നത്, അത് പ്ലാൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 4th 5-year plan ആണ് എന്ന കാര്യം കൂട്ടുകാർ ഓർമ്മിക്കുക. അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം അതിന്റെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ആ തീയതിയാണെങ്കിൽ 1969 ജൂലൈ 19. 1969 ജൂലൈ 19. നമ്പർ ഓഫ് ബാങ്ക്സ്, എത്ര ബാങ്ക്, 14.
അവയുടെ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ 50 കോടി. പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ രണ്ടും ഇന്ദിരാഗാന്ധി. RBI ഗവർണർ LK ഝാ, അദ്ദേഹം 8ാമത്തെ ഗവർണർ. പ്ലാൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 4th 5-year പ്ലാൻ. ഇത്രയാണ് പ്രധാനമായിട്ടും ഒന്നാം ഘട്ടത്തിലേത്. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലെ കാര്യങ്ങളിലേക്ക് പോകാം. രണ്ടാം ഘട്ടം ഓക്കെ, അടുത്ത സെക്കൻഡ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ. സെക്കൻഡ് ഫേസില് ആ തീയതി എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടാം ഘട്ടത്തിന്റെ തീയതി നമുക്കറിയാം, അത് 1980 ഏപ്രിൽ മാസം 15. 1980 ഏപ്രിൽ 15. അപ്പോൾ രണ്ടാം ഘട്ട ബാങ്ക് ദേശീയവൽക്കരണത്തിന്റെ തീയതിയാണ് 1980 ഏപ്രിൽ 15. 1980 ഏപ്രിൽ 15. അന്ന് എത്ര ബാങ്കുകൾ, നമ്പർ ഓഫ് ബാങ്ക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ബാങ്ക്സ് അത് 6 ആയിരുന്നു. നമ്പർ ഓഫ് ബാങ്ക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 ബാങ്കുകളായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ദേശീയവൽക്കരിച്ചത്. അടുത്തായിട്ട് ഈ ബാങ്കുകളുടെ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 200 കോടിയാണ് ഈ ബാങ്കുകളുടെ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഇനി ഈ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ അത് ഇന്ദിരാഗാന്ധി. അത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും ബാങ്ക് ദേശീയവൽക്കരണ സമയത്തെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ദിരാഗാന്ധി. ചോദ്യം കൃത്യമായി മനസ്സിലാക്കുക. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പ്രധാനമന്ത്രി ആര്? ഒന്നാം ഘട്ട ബാങ്ക് ദേശീയവൽക്കരണം, രണ്ടാം ഘട്ട ബാങ്ക് ദേശീയവൽക്കരണം സമയത്തെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. രണ്ടാം ഘട്ടത്തിൽ ധനകാര്യമന്ത്രിക്ക് ഒരു മാറ്റമുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ട ദേശീയവൽക്കരണ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ആർ വെങ്കിട്ടരാമൻ. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആർ വെങ്കിട്ടരാമൻ. അപ്പോൾ രണ്ടാം ഘട്ട ബാങ്ക് ദേശീയവൽക്കരണ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ ധനകാര്യമന്ത്രി ആർ വെങ്കിട്ടരാമൻ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ആരായിരുന്നു ആർ വെങ്കിട്ടരാമൻ? ഇന്ത്യയുടെ മുൻകാല രാഷ്ട്രപതിയായിരുന്നു ആർ വെങ്കിട്ടരാമൻ. അപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി ആയതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. ഓക്കെ, അപ്പോൾ RBI governor who later became the finance minister who later became president of India എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. ഇനി ഈ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ RBI ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അത് IG പട്ടേൽ ആയിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ. അപ്പോൾ രണ്ടാം ഘട്ട ബാങ്ക് ദേശീയവൽക്കരണ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് IG പട്ടേൽ. എത്രാമത്തെ ഗവർണർ ആണെന്ന് ചോദിച്ചാൽ അത് 14ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് IG പട്ടേൽ എന്ന കാര്യം ഓർമ്മിക്കുക. ഇനി ചോദ്യമുണ്ട്, ഇത് ഏത് പദ്ധതിക്കാലത്താണ് ഇത് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 6th 5-year പ്ലാൻ ആണ് എന്ന കാര്യവും ഓർമ്മിക്കുക. അപ്പോൾ 1980 മുതൽ 85 വരെയായിരുന്നു 6ാം പദ്ധതിയുടെ കാലഘട്ടം. അപ്പോൾ അതിനകത്തിലാണ് ഈ രണ്ടാമത്തെ ബാങ്ക് ദേശീയവൽക്കരണം നടപ്പിലാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. രണ്ടാം ഘട്ട ബാങ്ക് ദേശീയവൽക്കരണത്തിന്റെ തീയതി എന്നാണ് ചോദിച്ചാൽ അത് 1980 ഏപ്രിൽ 15. കൃത്യമായി മനസ്സിലാക്കുക, 1980 ഏപ്രിൽ 15. എത്ര ബാങ്ക്? നമ്പർ ഓഫ് ബാങ്ക്സ് ആണെങ്കിൽ അത് 6. അവയുടെ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അന്ന് 200 കോടി വരുമാനമുള്ള 6 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. ആ സമയത്തെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ഡ്യൂറിംഗ് സെക്കൻഡ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ദെൻ ഫിനാൻസ് മിനിസ്റ്റർ ഡ്യൂറിംഗ് സെക്കൻഡ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ അത് ആർ വെങ്കിട്ടരാമൻ ആയിരുന്നു. ഇനി ഈ സമയത്തെ RBI ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അത് IG പട്ടേൽ. RBI ഗവർണർ IG പട്ടേൽ, അദ്ദേഹം 14ാമത്തെ ഗവർണർ ആയിരുന്നു. അതൊരു ഏത് പ്ലാൻ സമയത്ത് ഏത് പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ അത് 6th 5-year പ്ലാൻ എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ബാങ്ക് ദേശീയവൽക്കരണ സമയത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തോന്നും 14ഉം 6ഉം ടോട്ടൽ 20 ബാങ്കുകൾ ദേശീയവൽക്കരിച്ചു. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ ചോദിക്കുകയാണ് ഇന്ത്യയിലെ ദേശീയവൽകൃത ബാങ്കുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 19 ആണ്. അത് എപ്പോഴാണ് കുറഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പഠിക്കാം. ഇത്രയും കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന കാര്യം വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശീയവൽക്കരണം ആ തീയതി ഒന്ന് ഓർമ്മിക്കുക. അത് 1969 ജൂലൈ 19 ആയിരുന്നു. ഇനി അന്ന് നമ്പർ ഓഫ് ബാങ്ക്സ് എത്ര ബാങ്കുകളാണ് ദേശീയവൽക്കരിച്ചത് എന്ന് ചോദിച്ചാൽ അത് 14 ആയിരുന്നു. ഇനി അപ്പോൾ ആ ബാങ്കുകളുടെ വരുമാനം അല്ലെങ്കിൽ അസറ്റ് എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 50 കോടിയാണ്. അടുത്തതായിട്ട് ഇനി ആ സമയത്തെ പ്രധാനമന്ത്രി ആര്? അതായത് ഒന്നാം ഘട്ട ബാങ്ക് ദേശീയവൽക്കരണ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്തെ ധനകാര്യമന്ത്രി ഫിനാൻസ് മിനിസ്റ്ററും ആര് തന്നെ ചോദിച്ചാൽ അതും ഇന്ദിരാഗാന്ധി. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അത്
LK ബ്രാക്കറ്റിൽ അത് ഓർമ്മിക്കുക. 8ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. അടുത്തായിട്ട് ഏത് പദ്ധതിക്കാലത്താണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്, ഏത് 5 ഇയർ പ്ലാൻ സമയത്താണെന്ന് ചോദിച്ചാൽ അത് 4th 5 ഇയർ പ്ലാൻ. സെക്കൻഡ് നമ്മൾ പഠിച്ചു, ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിക്കുക. 2ാം ഘട്ടത്തിന്റെ തീയതി എന്നാണെന്ന് ചോദിച്ചാൽ 1980 ഏപ്രിൽ 15, 1980 ഏപ്രിൽ 15. നമ്പർ ഓഫ് ബാങ്ക്സ് 6 ആയിരുന്നു. അവയുടെ അസറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 200 കോടി. ഇസ് അസറ്റ് 200 crores. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ഫിനാൻസിന് വ്യത്യാസമുണ്ട് ഇവിടെ, അത് ആർ വെങ്കിട്ടരാമൻ. ദെൻ റിസർവ് ബാങ്ക് ഗവർണർ അത് IG പട്ടേൽ. 14ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. അടുത്തായിട്ട് വരുന്നത് ഏത് പദ്ധതിക്കാലത്താണ്, പ്ലാൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 6th 5 ഇയർ പ്ലാൻ. ഇത്രയുമാണ് പ്രധാനമായിട്ടും ബാങ്ക് ദേശീയവൽക്കരണം നടത്തിയ സമയത്തെ കാര്യങ്ങൾ. ഇനി ഇതിന്റെ എണ്ണം എപ്പോഴാണ് കുറഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പം ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ 1980 ഏപ്രിൽ 15 ശേഷം ഇന്ത്യയിൽ ദേശീയവൽകൃത ബാങ്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് അറിയാം. 14 6 20 ബാങ്കുകൾ. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ആ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അപ്പോൾ ഇവയുടെ എണ്ണം 20 ബാങ്കിന്റെ എണ്ണം കുറഞ്ഞ് അത് 19. ഈ 2 ബാങ്കും ഒന്നായി, അപ്പോൾ എണ്ണം കുറഞ്ഞ് 19ആയി. അടുത്തായിട്ട് 2013 നവംബർ 19 ഭാരതീയ മഹിളാ ബാങ്ക് രൂപം കൊണ്ടു. ഒരു പുതിയ ബാങ്ക് രൂപം കൊണ്ടു. അപ്പോൾ അതിന്റെ എണ്ണം, ബാങ്കുകളുടെ എണ്ണം കൂടി 20ആയി. അടുത്തായിട്ട് 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് വീണ്ടും SBIയിൽ ലയിച്ചു. അപ്പോൾ ബാങ്കുകളുടെ എണ്ണം വീണ്ടും 19ആയി. അപ്പോൾ അറ്റ് പ്രസന്റ് ഇന്ത്യയിൽ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 19 എന്നുള്ള കാര്യം കൂട്ടുകാർ ഓർമ്മിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർമ്മിക്കുക. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ merged to പഞ്ചാബ് നാഷണൽ ബാങ്ക്. The number of nationalized banks reduced to 19. Then 2013 November 19 നമുക്കറിയാം, അത് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. ഈ തീയതി ഇന്ദിരാഗാന്ധിയുടെ 96ാം ജന്മദിനമാണ്. അപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബാങ്കാണ് ഈ ഭാരതീയ മഹിളാ ബാങ്ക്. അപ്പോൾ അന്ന് ബാങ്കുകളുടെ എണ്ണം, ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം കൂടി അത് 20ആയി. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് SBIയിൽ ലയിച്ചു. അപ്പോൾ എണ്ണം വീണ്ടും കുറഞ്ഞ് 19ആയി. നിലവിൽ അറ്റ് പ്രസന്റ് ഇന്ത്യയിൽ ദേശസാൽകൃത ബാങ്ക് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അത് വെറും 19 എണ്ണേ ഉള്ളൂ, 20 ഇല്ല, 19 ഉള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക. ഇനി അടുത്ത് ഇത്രയും ദേശസാൽകൃത ബാങ്കുകളുടെ പേരുകൾ പഠിക്കുക. അത്രയും ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം നമുക്ക് പഠിക്കാം. 19 ബാങ്കുണ്ട്. 19 ബാങ്കിന്റെ പേര്, അവയുടെ ആസ്ഥാനം. നമുക്ക് ആദ്യം ആസ്ഥാനം അടിസ്ഥാനമാക്കി പഠിക്കാം. ആദ്യം മുംബൈയിൽ, അതായത് മുംബൈ എന്ന സ്ഥലത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 4 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്. മുംബൈയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 4 നാഷണലൈസ്ഡ് ബാങ്ക്സ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റൊന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റൊന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റൊന്ന് ദേന ബാങ്ക്. അപ്പോൾ മുംബൈയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 4 ബാങ്കുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ഒന്നുകൂടെ പറയാം. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. കൂട്ടുകാർ നമ്മൾ ഓർമ്മിച്ച് നോക്കൂ. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ഞാനൊരു കാര്യം ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്കത് ആവർത്തിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഇതിനുവേണ്ടി മറ്റൊരു സമയം കണ്ടെത്തണ്ട. ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഇപ്പം നിങ്ങൾ വിചാരിക്കണം ഇത് എനിക്കൊന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കും, മനസ്സിൽ ഓർമ്മിച്ച് വെക്കും എന്നൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ മുംബൈയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സുള്ള 4 ബാങ്കുകൾ: ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ഇനി അടുത്തതായിട്ട് ന്യൂഡൽഹിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 3 പ്രധാന ബാങ്ക് ഉണ്ട്. ന്യൂഡൽഹിയിലുള്ളത് ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഇനി ഒരെണ്ണം ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, അങ്ങനെ പ്രധാനപ്പെട്ട 3 ബാങ്കുകൾ: പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. എന്താ പറയാം? പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. എന്താ പറയാം? പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്.
അടുത്തായിട്ട് ഇനി കൊൽക്കത്തയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള മൂന്ന് പ്രധാനപ്പെട്ട ബാങ്ക് ഉണ്ട്. ഒന്ന് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, അടുത്തായിട്ട് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ഇനി ഒരെണ്ണം അലഹാബാദ് ബാങ്ക്. അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ബാങ്ക് കൊൽക്കത്തയിലുണ്ട്. അപ്പോൾ കൊൽക്കത്തയിലെ മൂന്ന് പ്രധാന ബാങ്കുകളാണ്. ഒന്ന് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, അലഹാബാദ് ബാങ്ക്. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, അലഹാബാദ് ബാങ്ക്. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, അല്ലെങ്കിൽ അറിയപ്പെടുന്നത് കേരളത്തിൽ അറിയപ്പെടുന്നത് യൂക്കോ ബാങ്ക് ആണ്. യുണൈറ്റഡ് കൊമേഴ്സ്യൽ അല്ലെങ്കിൽ യൂക്കോ ബാങ്ക്, മറ്റൊന്ന് അലഹാബാദ് ബാങ്ക്. പ്രധാനമായിട്ട് 10 ബാങ്കുകൾ ഇപ്പോൾ നമുക്കായി. ഇനി അടുത്ത ഒരു 9 എണ്ണം കൂടിയുള്ള പഠിക്കാൻ. ഇത്രയും നമുക്ക് പഠിക്കാം. മുംബൈയിലുള്ള പ്രധാനപ്പെട്ട 4 ബാങ്കുകൾ: ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ന്യൂഡൽഹിയിലുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. ഒന്നുകൂടെ പറയാം: പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. കൊൽക്കത്തയിലുള്ളത് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, അലഹാബാദ് ബാങ്ക്. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, അലഹാബാദ് ബാങ്ക്. നിങ്ങൾ കൂട്ടുകാരെ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് ഇനി ഒരു 9 ബാങ്ക് കൂടി ഉണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത്രയും കൂടെ പഠിക്കാം. ഇനി ഉള്ളത് ബാംഗ്ലൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 2 ബാങ്ക്. ബാങ്കുകളാണ്. ഒന്ന് കാനറ ബാങ്ക്, മറ്റൊന്ന് വിജയ ബാങ്ക്. കാനറ ബാങ്ക്, വിജയ ബാങ്ക് ആണ് ബാംഗ്ലൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 2 ബാങ്കുകൾ. കാനറ ബാങ്ക്, വിജയ ബാങ്ക്. അടുത്തായിട്ട് ചെന്നൈ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 2 ബാങ്ക് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ ബാങ്ക്, മറ്റൊന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അത് ചെന്നൈയിലാണ്. ഇനി ഒരെണ്ണം ബാങ്ക് ഓഫ് ബറോഡ, വഡോദര. ഹെഡ്ക്വാർട്ടേഴ്സ് വഡോദര. അടുത്തായിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അത് പൂനെ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പൂനെ. ഇനി അടുത്തൊരെണ്ണം സിൻഡിക്കേറ്റ് ബാങ്ക്, അത് മണിപ്പാൽ. കർണാടക. അടുത്തായിട്ട് കോർപ്പറേഷൻ ബാങ്ക്, അത് മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം. അതും കർണാടക. കർണാടക. അപ്പോൾ 4 ബാങ്കുകൾ: ബാങ്ക് ഓഫ് ബറോഡ, വഡോദര; ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പൂനെ; സിൻഡിക്കേറ്റ് ബാങ്ക്, മണിപ്പാൽ, കർണാടക; കോർപ്പറേഷൻ ബാങ്ക്, മാംഗ്ലൂർ, കർണാടക. ഇനി ഒരെണ്ണമുള്ളത് ആന്ധ്ര ബാങ്ക്, അത് ഹൈദരാബാദ്. ഹൈദരാബാദ്. ഇവിടുത്തെയാണ് പ്രധാനമായിട്ടും ദേശസാൽകൃത ബാങ്കുകളും അവയുടെ ആസ്ഥാനങ്ങളും. നമുക്ക് ഇത് ഒന്നുകൊണ്ടൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ ബാംഗ്ലൂരിലെ കാനറ ബാങ്ക്, വിജയ ബാങ്ക്. ബാംഗ്ലൂർ 2 ബാങ്കേ ഉള്ളൂ. 2 ദേശസാൽകൃത നാഷണലൈസ്ഡ് ബാങ്ക് 2 ഉള്ളൂ: കാനറ ബാങ്ക്, വിജയ ബാങ്ക്. ബാംഗ്ലൂരിലെ കാനറ ബാങ്ക്, വിജയ ബാങ്ക്. ചെന്നൈയിലുള്ളത് ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അടുത്തത് ബാങ്ക് ഓഫ് ബറോഡ. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വഡോദര. ബാങ്ക് ഓഫ് ബറോഡ ഹെഡ്ക്വാർട്ടേഴ്സ് വഡോദര. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പൂനെ. ദെൻ സിൻഡിക്കേറ്റ് ബാങ്ക്, മണിപ്പാൽ, കർണാടക. ദെൻ കോർപ്പറേഷൻ ബാങ്ക്, മാംഗ്ലൂർ, കർണാടക. ദെൻ മറ്റൊന്ന് ആന്ധ്ര ബാങ്ക്, ദാറ്റ്സ് ഹൈദരാബാദ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ബാങ്ക്, ഇത്രയും ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞു നോക്കാം. മുംബൈയിലുള്ള 4 ബാങ്ക് കൂട്ടുകാർ ഓർമ്മിച്ച് നോക്കൂ. മുംബൈയിലുള്ള 4 നമ്മൾ പഠിച്ചതാണ്. മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 4 ബാങ്കുകൾ ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ഒന്ന് കൂട്ടുകാർ ഓർമ്മിച്ച് എന്റെ കൂടെ പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. ഇനി അടുത്ത ന്യൂഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട 3 ബാങ്കുകളുണ്ട്. ശ്രദ്ധിക്കുക, കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കുക. ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. ഇനി ഒരെണ്ണം കൊൽക്കത്തയിലുള്ള പ്രധാനപ്പെട്ട 3 എണ്ണം ഒന്നുകൂടെ ഒന്ന് കൂടെ ഓർമ്മിച്ച് പറയുക. ഒന്ന് കൊൽക്കത്തയിലുള്ള അലഹാബാദ് ബാങ്ക്, അനുമുൻപ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, അലഹാബാദ് ബാങ്ക്. ഓക്കെ, ഒന്നുകൂടെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, അലഹാബാദ് ബാങ്ക്. ഇനി അടുത്ത നമ്മൾ ഇവിടെ പഠിച്ച ബാംഗ്ലൂരിലുള്ള 2 ബാങ്കുകൾ ഒന്ന് ഓർമ്മിക്കുക. ബാംഗ്ലൂര് കാനറ ബാങ്ക്, വിജയ ബാങ്ക്.
അടുത്ത് ചെന്നൈയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ചെന്നൈയിലുള്ളത് ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ചെന്നൈയിലെ ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇതിനടുത്ത് 5 5 സ്ഥലത്താണ്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ വഡോദരയാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പൂനെയാണ്. സിൻഡിക്കേറ്റ് ബാങ്ക് മണിപ്പാൽ കർണാടക. സിൻഡിക്കേറ്റ് ബാങ്ക് മണിപ്പാൽ ഇൻ കർണാടക സ്റ്റേറ്റ്. അടുത്തതായിട്ട് കോർപ്പറേഷൻ ബാങ്ക് അത് മാംഗ്ലൂർ ഇൻ കർണാടക സ്റ്റേറ്റ്. ദെൻ അടുത്തത് ആന്ധ്ര ബാങ്ക് ഇൻ ഹൈദരാബാദ്. ആന്ധ്ര ബാങ്ക് ഹൈദരാബാദിലുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാങ്ക് ദേശീയവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ ആദ്യത്തെ ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും ഡേറ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ ഇതിൻ്റെ ഇത്രയും ബാങ്കുകളുടെ ആസ്ഥാനം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഈ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? അതിനകത്ത് പ്രധാനമായും 4 ഓപ്ഷനെ കാണത്തുള്ളൂ. ഒന്ന് നമ്മുടെ മുംബൈ ഉണ്ടാവാം, ഡൽഹി ഉണ്ടാവാം, ഒന്ന് ചെന്നൈ ഉണ്ടാവാം, ബാംഗ്ലൂർ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ ബാങ്കുകളാണ് എവിടെയൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കുക. കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് ഓരോ ആസ്ഥാനം തിരിച്ച് 4 ബാങ്കുകൾ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ദേശീയവൽക്കൃത ബാങ്കുകളെ കുറിച്ചാണ് നാം ഇന്ന് പഠിച്ചത്. അപ്പോൾ അവയുടെ തീയതിയെ എത്ര ബാങ്കുകൾ എന്നൊക്കെയാണ് ദേശീയവൽക്കരിച്ചത്, എത്ര ഘട്ടത്തിൽ, 1ാം ഘട്ടം, 2ാം ഘട്ടം, ആ സമയത്ത് പ്രധാനമന്ത്രിമാര്, ധനകാര്യമന്ത്രിമാര്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാങ്ക് നാഷണലൈസേഷൻ, ബാങ്ക് ദേശീയവൽക്കരണം, അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. ഹെഡ്ക്വാർട്ടേഴ്സിൽ ആസ്ഥാനങ്ങൾ, ബാങ്കുകളുടെ ആസ്ഥാനങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സം ബാങ്ക്സ് ഒക്കെ കൃത്യമായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഓരോ മാർക്കും കൂടുതൽ ലഭിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ നമുക്കിനി വരും ക്ലാസ്സുകളിൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബൈ.